ഞാനും എൻ്റെ ഹസ്ബൻഡും ഒന്നിച്ചിട്ടുള്ള ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പാണ് വിയറ്റ്നാം. നമ്മൾ ഒന്നിച്ച് ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് കയറുന്നത്. കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ് ടു ഹനോയ് ആണ് നമ്മൾ പോകുന്നത്. അതിനിടയിൽ ഒരു 2 അവേഴ്സിന്റെ ലേ ഓവർ ഹോച്ചിമിൻ സിറ്റിയിൽ ഉണ്ടായിനെ. പിറ്റേന്ന് ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് നമ്മൾ ഹനോയി എത്തിയിട്ടുണ്ടായത്. നമ്മൾ ഓൾഡ് ക്വാർട്ടറിലാണ് റൂം എടുത്തിട്ടുണ്ടായത്. നമ്മൾ അങ്ങനെ റൂം ചെക്ക് ഇൻ ചെയ്തു, ഫ്രഷ് ആയി, തൊട്ടടുത്തുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ ഇതിന് അടുത്താണ് ട്രെയിൻ സ്ട്രീറ്റ്. ഒരു 2 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഹോട്ടലിലുള്ളവരോട് ചോദിച്ചിട്ട് ട്രെയിനിൻ്റെ ടൈമൊക്കെ മനസ്സിലാക്കി. നമ്മൾ വന്ന ദിവസം ഒരു റെയിനി വെതറേനു കേട്ടോ. 7 മണിക്കാണ് ട്രെയിൻ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി. ഈ ഒരു ട്രെയിൻ സ്ട്രീറ്റിൽ 2 സൈഡിലായിട്ട് കുറേ കഫേസ്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ഇരിക്കുക. അങ്ങനെ നമ്മളും ഒരു കഫേൻ്റെ മുന്നിൽ ഇരുന്നു. പിന്നെ നമ്മൾ എത്ര ആൾക്കാരാണോ അതിനനുസരിച്ചിട്ട് ഫുഡ് ഐറ്റംസ് ഓർഡർ ചെയ്യണം കേട്ടോ. ഞാനും ഹസ്ബൻഡും മോളുമാണ് പോയിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ 3 ഫുഡ് ഐറ്റംസ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. ഒരു കോക്കനട്ട് കോഫിയും, ഒരു എഗ് കോഫിയും, ഒരു ഫ്രഞ്ച് ഫ്രൈസും. സംഭവം ഇൻസ്റ്റാഗ്രാമിലൊക്കെ മസ്റ്റ് ട്രൈ ആയിട്ട് പറയുന്ന സാധനമാണ് ഈ വിയറ്റ്നാമിലെ എഗ് കോഫി. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ഡേ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. വീട്ടിൽ നിന്ന് ഞാൻ പറയുന്നുണ്ട് ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എഗ് കോഫി കുടിക്കും. അങ്ങനെ ഇത് വാങ്ങി ഫസ്റ്റ് സിപ്പ് എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം കൈമെന്ന് പോയി. എഗ്ഗിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട് അതിന്. അപ്പോൾ നമുക്കതങ്ങനെ കുടിക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല. എനിക്ക് പേഴ്സണലി പറ്റുന്നേ ഉണ്ടായിട്ടില്ല. പിന്നെ പൈസ കൊടുത്ത് വാങ്ങിയ സാധനമല്ലെന്നും കൊണ്ട് ഞാനത് പകുതി മുക്കാലും കുടിച്ചിട്ടുണ്ടായിന്. ഹസ്ബൻഡിൻ്റെ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അത് കോക്കനട്ട് കോഫിയേനു. അപ്പം അങ്ങനെ നമ്മൾ കോഫിയൊക്കെ കുടിച്ചിരിക്കുമ്പോഴത്തേക്കും ട്രെയിൻ ഇങ്ങനെ നമ്മളെ പാസ് ചെയ്ത് പോയി. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവിടുന്ന് അങ്ങനെ നമ്മൾ റൂമിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ നമ്മളെ ഫസ്റ്റ് ഡേ ഇവിടെ കഴിഞ്ഞു കേട്ടോ.